ഇബ്നു അബ്ബാസ് എന്നൊരു പറയുന്ന ഹദീസിൽ കാണാം, ജാ ആറാബിയുൻ, ഒരു ആറാബി വന്നു. ആറാബി എന്ന് പറഞ്ഞാൽ അയാൾ ഉൾപ്രദേശത്ത് താമസിക്കുന്ന ആളാണ്. എപ്പോഴും അവിടെ മദീനത്തോ സ്വഹാബത്തിൻ്റെ ഇടയിലൊന്നും അങ്ങനെ ഇടപെടുന്ന ആളില്ല. എല്ലാവർക്കും അയാളെ പരിചയവുമില്ല. അയാൾ വന്നു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. ഫഖാല ഇന്നി റഅയ്തുൽ ഹിലാൽ, ഞാൻ മാസപ്പിറവി കണ്ടു എന്ന് ഈ വന്ന ആൾ പറയാണ്. ഹിലാൽ എന്ന് പറഞ്ഞാൽ ആ മാസം വരുന്ന ആ സമയത്ത് ഇങ്ങനെ ചെറുതായിട്ടുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള അതിൻ്റെ തുടക്ക സമയത്ത് ചന്ദ്രനേക്കുള്ള പേരാണ് അറബിയിൽ ഹിലാൽ. അത് ആദ്യത്തെ 1-2-3 ദിവസം ആ പേരേന് പറയുള്ളൂ. പിന്നെ കമർ എന്നാണ്. ഇനി അത് ചെറുതായി മാസത്തിൻ്റെ അവസാനമാകുമ്പോൾ ചെറുതാവും. പക്ഷെ ആ സമയത്തും ഹിലാൽ എന്ന് പറയില്ല. ഈ തുടക്ക സമയത്തെ അതിന് ഈ ഹിലാൽ എന്നുള്ള പേര് പ്രത്യേകം പ്രയോഗിക്കുന്നുള്ളൂ എന്ന് നമ്മൾ ഹാഷിയത്തു ഫത്തുൽ മുയിൻ്റെ മുസന്നിഫിൻ്റെ തന്നെ ഹാഷിയയിൽ ആ കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ആറാബി വന്നിട്ട് പറഞ്ഞു, ഞാൻ മാസപ്പിറവി കണ്ടു. അള്ളാഹു റസൂൽ ചോദിച്ചു, അത് തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇയാൾ എപ്പോഴും കണ്ടു പരിചയമുള്ള ആളല്ല, അതുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കൂലല്ലോ. ആ തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, കാല നഅം. കാല തശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, കാല നഅം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ശരിക്കും വിശ്വസിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു. അയാൾ മറുപടി പറഞ്ഞു, ഞാനതൊക്കെ അംഗീകരിക്കുന്നുണ്ട്, അള്ളാനെയും അവിടുത്തെ റസൂലായ നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന ആളാണ്, ഞാൻ മുസ്ലിമാണ്. ഉടനെ തന്നെ റസൂൽ പറഞ്ഞു, ഇയാൾ വന്നിട്ട് മാസം കണ്ട വിവരം പറഞ്ഞേക്കല്ലേ, യാ ബിലാൽ, ബിലാലിനെ വിളിച്ചു, അദ്ദിൻ ഫിന്നാസ്, ജനങ്ങളെ വിവരം അറിയിക്ക്, ഫല്യസൂമു ഗദാ, നാളെ എല്ലാവരും നോമ്പനുഷ്ഠിക്കട്ടെ. അപ്പം നാളെ നോമ്പാണെന്ന് ഈ ആറാബി വന്ന് മാസം കണ്ട വിവരം പറഞ്ഞപ്പോൾ അള്ളാഹു റസൂൽ അത് സ്വീകരിച്ചു, സ്ഥിരപ്പെടുത്തി. മാസം കാണുന്ന ആളുകളൊക്കെ ഏതോ വലിയ ഉസ്താദുമാരോ അല്ലെങ്കിൽ വലിയ സ്വാലിഹീങ്ങളോ അങ്ങനെ വലിയ വലിയ ആളുകളായിരിക്കണം എന്നതൊന്നും നിയമമൊന്നുമില്ല. നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ ആൾക്കാരൊപ്പം അല്ല അവിടെ മാസം കണ്ടു, അത്രേ അതിൻ്റെ ആവശ്യമുള്ളൂ. കിതാബുകളിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. ഫത്തുൽ മുഈനിൽ തന്നെ കാണാം, റുയത്തി അദിലിൻ വാഹിദ് വലോ മസ്തൂറൻ എന്ന ആ ഇബാറത്തിൻ്റെ താല്പര്യം അതാണ്. അപ്പോൾ ഈ രണ്ടാമതൊരു കാര്യം കൊണ്ടാണ് നോമ്പ് നിർബന്ധമാകുക. ഹദീസിൽ ഈ ആറാബി വന്ന സംഭവമൊക്കെ അബൂദാവൂദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം.